സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി കൊടിഞ്ഞി ഫൈസൽ വധക്കേസ് തിരൂർ കോടതി കഴിഞ്ഞ 3 തവണ മാറ്റിവെച്ചിരുന്നു. പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഫൈസലിന്റെ കുടുംബം സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും സർക്കാർ പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം. കോഴിക്കോടുള്ള പ്രമുഖ അഭിഭാഷകൻ, ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ പി കുമാരൻകുട്ടി വക്കീലിനെ നിയമിക്കാൻ ഫൈസലിൻ്റെ വിധവ ജസ്ന സമർപ്പിച്ച അപേക്ഷ ഗവൺമെൻറ് നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് നിരസിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്ന ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി 6 ആഴ്ചക്കകം ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫൈസലിന്റെ ഭാര്യ ജസ്ന സമർപ്പിച്ച ഹർജിയിലാണ് കേസിൽ അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. 6 ആഴ്ചക്കകം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് ബിച്ചു കുര്യൻ തോമസ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. അതേസമയം കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നും ഫൈസൽ നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തത്. 2016 നവംബർ 19 പുലർച്ചെയാണ് കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ വെച്ച് ഫൈസൽ കൊല്ലപ്പെടുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട RSS പ്രവർത്തകർ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിനാൽ മാറ്റിവെച്ച കേസ് അടുത്ത മാസം 23-ന് വീണ്ടും പരിഗണിക്കും. ഫൈസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഫൈസൽ സഹായ സമിതി ഭാരവാഹികൾ പ്രധാനമായും ആരോപിക്കുന്നത്. കാരണം മാർച്ച് 7-നാണ് ജസ്ന പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടിയെ, അതായത് ഈ TP വധക്കേസിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 7-നാണ് ഫൈസലിന്റെ ഭാര്യ സർക്കാരിനെ സമീപിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ അതിനകത്ത് സർക്കാർ ഒരു നടപടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സർക്കാർ ഇത് നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ഫൈസൽ സഹായ സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതേ തുടർന്ന് 3 തവണ ഈ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിനെ തുടർന്ന് ഈ കേസ് 3 തവണ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അടുത്ത മാസം 23-ലേക്ക് വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കോടതി ഇത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ ഫൈസലിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി വക്കീലിനെ നിയമിക്കണമെന്ന് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായി എന്നുള്ളതാണ് ഫൈസൽ സഹായ സമിതി ഭാരവാഹികൾ പറയുന്നത്. കാരണം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ കേസ് ഉണ്ടായ സമയത്ത് തന്നെ നമുക്കറിയുന്നത് പോലെ 2016 നവംബർ 19-നാണ് കൊടിഞ്ഞി ഫൈസൽ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഈ പ്രതികളെ പിടികൂടിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇതിന് തുടർന്ന് മുതിർന്ന കോടതികൾ, ഹൈക്കോടതിയിൽ അടക്കം പോകാൻ സർക്കാർ ശ്രമിച്ചില്ല എന്നടക്കം, അതായത് പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സർക്കാർ വേണ്ട വിധത്തിൽ ഗൗരവത്തിൽ ഈ കേസ് പരിഗണിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ഫൈസൽ സഹായ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ ഇപ്പോൾ ഹൈക്കോടതി അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി വക്കീലിനെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന ഉത്തരവ് വന്നിരിക്കുന്നു. ഹൈക്കോടതിയിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഫൈസൽ സഹായ സമിതി ഭാരവാഹികൾ പറയുന്നത്. സർക്കാർ തങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ പോലും കോടതിയിൽ, നിയമവ്യവസ്ഥയിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്.